യു.എസ്. പ്രതിരോധ വകുപ്പിന്റെ ആയുധ നിർമ്മാണ കരാർ ലഭിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിൽ ജോലി തട്ടിപ്പ് നടന്നുവെന്ന് പരാതി. 81 ലക്ഷം രൂപ നഷ്ടമായെന്ന പാലക്കാട് സ്വദേശി സജി കെ ജോൺസന്റെ പരാതിയിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തു. 2000 സെക്യൂരിറ്റി ജീവനക്കാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ് തന്നെ കബളിപ്പിച്ചതെന്നും പണം നഷ്ടമായ സജി പറയുന്നു. എറണാകുളം കളമശ്ശേരിയിൽ സ്മാർട്ട് സെക്യൂരിറ്റി സർവീസ് നടത്തിവന്ന സജി കെ ജോൺസണെ സമീപിച്ച് ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന VPVV ടെക്നോ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പ്രതിനിധികൾ എന്ന പേരിൽ 2000 സെക്യൂരിറ്റി ജീവനക്കാരെ ആവശ്യമുണ്ട് എന്നറിയിച്ചു. അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന US ഇൻഡോ പസഫിക് പീസ് ട്രീറ്റി എന്ന രാജ്യാന്തര ഡിഫൻസ് പ്രൊജക്ടിലേക്കാണ് സുരക്ഷാ ജീവനക്കാരെ ആവശ്യപ്പെട്ടത്. ഇതിലേക്കായി VPVV കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ധാരണാപത്രം ഉപയോഗിച്ച് പണം ഡെപ്പോസിറ്റായി വാങ്ങി എന്നാണ് പരാതി. 81 ലക്ഷം രൂപ വാങ്ങിയിട്ടും പദ്ധതി മുന്നോട്ട് നീങ്ങാതായതോടെയാണ് കബളിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞത് എന്ന് സജി കെ ജോൺസൺ. ഡൽഹിയിൽ വെച്ച് ഇവരുടെ ഓഫീസിൽ വെച്ചാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിലുള്ളത് രീതിയിലാണ് നമ്മളെ കൺവിൻസ് ചെയ്യുകയും ഈ ക്യാഷ് ഇത് ചെയ്യുകയും ചെയ്തത്. എനിക്കിപ്പോൾ ഒരു 2.5 കോടിയിലധികം ലയബിലിറ്റി വന്നിട്ടുണ്ട്. 2 തവണ ഡൽഹിക്ക് ഈ പറയുന്ന രാജപ്പൻ പിള്ളയെ ഞാൻ ക്യാഷ് കൊടുക്കുകയും അവിടെ താമസിക്കാനുള്ള സംവിധാനങ്ങൾ മറ്റു ഒരുപാട് ചെലവുകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. തുടങ്ങാനിരിക്കുന്ന കമ്പനിയുടെ ഓഹരികൾ നൽകാമെന്ന് പറഞ്ഞ് നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായും പരാതി ഉയർന്നിരുന്നു. കമ്പനി ആരംഭിച്ചാൽ ലഭിക്കുന്ന ലാഭത്തിൽ വിഹിതം, അമേരിക്കൻ വിസ, ഗ്രീൻ കാർഡ് തുടങ്ങിയവയായിരുന്നു വാഗ്ദാനം. US പ്രതിരോധ വകുപ്പിന് വേണ്ടി ആയുധങ്ങളും നാസയ്ക്ക് വേണ്ടി രഹസ്യ കെട്ടിടങ്ങളും നിർമ്മിക്കാൻ 3000 കോടി രൂപയുടെ ഉപകരാർ ലഭിച്ചെന്ന് പറഞ്ഞായിരുന്നു രാജ്യത്തിനകത്തും പുറത്തുമായി തട്ടിപ്പ് നടത്തിയതെന്നും പരാതിയിൽ പറയുന്നു. ഇന്ത്യ US സർക്കാരുകളുടെ ഔദ്യോഗിക മുദ്രകളും വ്യാജമായി ചമച്ചെന്നും ആക്ഷേപമുണ്ട്. സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, കൊല്ലം.